തിരുവനന്തപുരം വെള്ളായണിയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളായ ലിബിനോൺ, മുകുന്ദനുണ്ണി, ഫെഡറിൻ എന്നിവരാണ് മരിച്ചത്. വവ്വാമൂലക്കായലിലാണ് അപകടമുണ്ടായത്. 4 പേരാണ് കുളിക്കാനിറങ്ങിയത്. ഷഫീദ് റാവുത്തറും അഖിൽ ഷാ അൻസാറും ചേരുന്നുണ്ട്. ഷഫീദ്, 3 പേരെയും രക്ഷിക്കാനാകുന്നില്ല. അപകടത്തിന്റെ കാരണം എന്താണ്? അവിടെ സ്ഥിരം ഒരു അപകട മേഖലയാണോ? ഗോകുൽ, അങ്ങനെ സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമായി ആളുകൾ പറയുന്നില്ല. കാരണം അക്കാര്യത്തിൽ നാട്ടുകാർക്കുള്ള തന്നെ 2 അഭിപ്രായമുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത്, അതായത് ഈ ഒരു കടവിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥികൾ, 3 വിദ്യാർത്ഥികൾ ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ്. 19 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ 3 പേർ കുളിക്കാനിറങ്ങി, 3 പേർ മുങ്ങിത്താഴുന്നത് കൊണ്ട് ഒപ്പം ഉണ്ടായിരുന്ന 4-ാമൻ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. മണക്കാട് സ്വദേശി മുകുന്ദനുണ്ണി, വിഴിഞ്ഞം സ്വദേശി ലിബിനോ, അതേപോലെ തന്നെ വെട്ടുകാട് സ്വദേശി ഫെർഡിനാൻഡ് എന്നിവരാണ് മരിച്ചത്. ഇവർ 3 പേരും 19 വയസ്സുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇവിടെ പതിവായി അങ്ങനെ അപകടമൊന്നും ഉണ്ടാകാറില്ല. ഈ നാട്ടുകാരുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ, ഇവിടെ ഈ സംഭവ സമയത്തുണ്ടായിരുന്ന ആരാ? ഓടി വന്ന ആരുണ്ടായിരുന്നു? എങ്ങനെ അപകടം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അപകടം അവരിവിടെയാണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കറക്റ്റ് എത്ര മണിക്ക്? 3:30 മണിക്ക് മുമ്പേ ഇവരുടെ മരണപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ഒരാൾ കരക്കെ നിന്ന ആള് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീട്ടുകാരോടൊക്കെ പറഞ്ഞു, ആളെ കണ്ടില്ല എന്നോടൊപ്പം ഉണ്ടായിരുന്നവര് 3 പേരെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നാട്ടുകാരെല്ലാം പിന്നെ പെട്ടെന്ന് വിളിച്ചു കൂട്ടും, ഫോൺ വഴിയൊക്കെ അറിഞ്ഞപ്പോഴേ എല്ലാവരും ഇവിടെ വന്നുകൂടുകയും പ്രത്യുത അവര് തന്നെ ഫയർ സ്റ്റേഷനിലും പോലീസിലും അറിയിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ, പ്രസിഡന്റ് നീന്തി അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് അല്പദൂരം പോയിട്ട് പിന്നെ അവരിങ്ങനെ കിഴക്കോട്ട് നടക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു ചുഴിയല്ല കുഴി, മുൻപും മണലെടുത്ത കുഴികളാണ്. ഇപ്പൊ 10-20 വർഷത്തിന് ശേഷം മണലെടുപ്പില്ല. ആ കുഴിയിൽ ഇവിടുത്തെ എക്കൽ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. നീന്തി ചെന്നപ്പോഴത്തെ കാൽ പതിഞ്ഞു, വലിച്ചൂരാൻ പറ്റുകയില്ല. അങ്ങനെയാണ് ഇവർ 3 പേര് അപകടത്തിലാവുന്നത്. ഫയർഫോഴ്സുകാരും നാട്ടുകാരും കൂടെ ചെന്നാണ് അടുത്തത്. അവരുടെ ഉത്തമ സഹായം അവർ പിന്നെ കൊടുത്തുപയോഗിച്ചെടുക്കാൻ ഇട വന്നു. 2 പേര്, ഒരെണ്ണം മേളിൽ പൊങ്ങി കിടന്നുകൊണ്ട് ഈ വള്ളത്തിന്റെ കഴതാ കിടക്കുന്നത്, അതുകൊണ്ട് പൊക്കി എടുക്കുകയും പിന്നെ വലിച്ചെടുത്ത് കരക്ക് കൊണ്ടുവരികയും ചെയ്തു. എളുപ്പത്തിൽ ഈ ഭാഗങ്ങളിൽ നിരന്തരമായിട്ട് ഇത്തരം കുഴികളുണ്ടോ? മണലെടുത്ത കുഴികളുണ്ടോ? ഈ കായലിന്റെ, വെള്ളായണി കായലിന്റെ പല ഭാഗങ്ങളിലും മുൻപേ മണലൂറ്റുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിൽ ഈ ഭാഗത്തും കാക്കാമല ബണ്ട് റോഡ് ഭാഗത്തും മണൽ സ്ഥലങ്ങളായിരുന്നു. ബണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗം, ഈ വവാമൂല ഈ ബണ്ടും അപ്പുറത്ത് കാക്കാമല ബണ്ടും. ഇവിടെ മുൻപ് ഇങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഇടയ്ക്ക് ഒരാള് അച്ഛനും മോനും വന്ന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻ എടുക്കാൻ വന്നപ്പോ വല കുരുങ്ങി ഒരാൾ ആ ഭാഗത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 പേരുടെ ജീവൻ നഷ്ടമായ സംഭവം ആദ്യമായിട്ടല്ലേ? സംഭവം ഇത് ആദ്യമായിട്ടാണ്. സംഭവം ഇവർക്ക് അറിയില്ല. പുറത്തുള്ള ആൾക്കാർ വരുമ്പോൾ ബോർഡില്ല, മെയിനായിട്ട് ബോർഡില്ല. ഇവിടെ ആരും നോക്കാനില്ല. പിള്ളേര് വന്ന് കുളിക്കുന്നു, വെറുതെ കുളിക്കുന്ന കുഴപ്പമില്ല. ഇവർക്ക് അറിയില്ല ഈ കായലിന്റെ ഭാഗം. ഇപ്പോൾ ആ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായ വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയൻ, ഈ പ്രദേശത്ത് ഒരു ദുഃഖകരമായ സംഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ അവിടെ യുവാക്കളൊക്കെ വന്ന് കുളിക്കാൻ ഇറങ്ങാറുള്ളതാണോ? ആ ഘട്ടങ്ങളിലൊന്നും മുമ്പ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാരെല്ലാം പറയുകയും ചെയ്യുന്നല്ലോ. അത് ഇപ്പൊ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇതിനു മുമ്പ് അപകടം ഉണ്ടായിട്ടില്ല. ഇവിടെ തൊട്ടടുത്തൊരു കുളിക്കടവുണ്ട്. ആ കുളിക്കടവിൽ നിലവിൽ പേര് കുളിക്കാൻ വരുന്നുണ്ട്. ഇന്ന് സംഭവിച്ചതും ഈ 4 കുട്ടികൾ ഇവിടെ കുളിക്കാനായിട്ട് വന്നിട്ട് അതിൽ 3 പേര് മുന്നോട്ട് കൈപിടിച്ച് മുന്നോട്ട് പോയെന്നാണ് പറയുന്നത്. മുന്നോട്ട് പോയി അത് ചെളിയിൽ പൊതിഞ്ഞു പോയെന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊരു കുട്ടി പുറത്തുണ്ടായിരുന്നു. അവരെ കണ്ടിട്ടാണ് വലിയ ആഴമില്ലാത്ത സ്ഥലത്ത് ഈ മണലെടുത്ത കുഴിയും ഈ ചെളി അടിഞ്ഞത് കൂടിയതുമാണ് അപകടത്തിന്റെ കാരണമെന്ന് അവിടെ ചിലർ അഭിപ്രായപ്പെട്ടു. അത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതാണ്. പക്ഷെ ഇപ്പം മണൽ എടുപ്പില്ല, നേരത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കുഴികൾ വന്നിട്ടുണ്ട്. ഈ കുഴിക്കടവിന്റെ കുറേ ഭാഗത്ത് മാറിയിട്ട് കുഴികളുണ്ട്. അത് മാത്രമല്ല, ഈ കായലിന്റെ മുൻചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ നടുത്തോട് എന്ന് പറയുന്ന തോടുണ്ട്, കുഴി. അതുവഴി വെള്ളം കൊണ്ടുപോകുന്നത്, വെള്ളം വറ്റിക്കുന്ന അവസരത്തിൽ. അപ്പൊ അവിടെ കുഴിയുണ്ട്. ആ കുഴിയിൽ ഇവർ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. ചെളിയോട് പൊതിഞ്ഞ് നിന്നുപോയി. രക്ഷാപ്രവർത്തകർ എടുക്കുമ്പോഴേ അങ്ങനെയാണ് സംഭവിച്ചത്. പരിചയമില്ലാത്തൊരു സ്ഥലത്തിറങ്ങി അത് അങ്ങനെ സംഭവിച്ചൊരു അപകടമാണല്ലേ? അതെ, പരിചയമില്ലാത്തതിൽ സംഭവിച്ചതാണ്. ഇവർ നടന്ന് കുളിക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിച്ചു പോയതാണ്. ശരി, നന്ദി വിജയൻ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് നമ്മളോട് പ്രതികരിച്ചത്. അഖിൽ ഷാ അൻസാർ കൂടി ചേരുന്നുണ്ട്. അഖിൽ,
ദുഃഖകരമായ വാർത്തയാണ്. സഹപാഠികളാണ്, ക്യാമ്പസിലെ 19 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥികളാണ്. ഇവരുടെ മൃതദേഹങ്ങൾ എങ്ങോട്ടേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? തുടർ നടപടികൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ, അത്രയേറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വവ്വാമുലയിൽ നടന്നത്. ഇന്ന് വൈകിട്ട് 3:30 ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം കായലിലിറങ്ങിയാണ് ഈ 3 വിദ്യാർത്ഥികളുടെയും മൃതദേഹം കരയ്ക്കെത്തിക്കുകയും അതിപ്പോൾ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ 3 മൃതദേഹങ്ങളും മാറ്റിയിട്ടുള്ളതും ഉള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മളോടൊപ്പം ഈ നാട്ടുകാർ തന്നെയുണ്ട്. അവർക്ക് ചിലത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കായലിലുണ്ടാകുന്ന ഇന്നുണ്ടായ അപകടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവർക്കും പറയാനുണ്ട്. ചേട്ടാ, ഈ കായലിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് ചില അപകട സ്ഥിതികളുണ്ട് എന്നുള്ളതാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അപകട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കായലിനെ സംബന്ധിച്ചിടത്തോളം ചെളി കൂടുതലുള്ള സ്ഥലമാണ്. ചെളിയിൽ താഴ്ന്നു പോയതാണ്. വെള്ളം കൂടുതൽ കുടിച്ചിട്ടില്ല. ഒരു ചെളിയിൽ താഴ്ന്ന് കാല് ഊരിയെടുക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. മണലുറ്റ കുഴിയിൽ നിന്ന് ഒരു ബോഡി മാത്രം മണലുറ്റ കുഴിയിൽ കിടന്ന് ബാക്കി 2 ബോഡിയും ഈ ചെളിയിൽ താഴ്ന്നിരുന്നതാണ്. അങ്ങനെയാണ് ഫയർഫോഴ്സ് അത് പാതാളക്കരണ്ടി കൊണ്ട് അവർ ബോഡിയെ തട്ടിയ ശേഷം അവർ മുങ്ങിയെടുത്തതാണ്. ഈ മണലൂറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതായത് അതിന്റെ ഭാഗമായി വലിയ കുഴികൾ രൂപപ്പെടുന്നു. ആ കുഴിയിൽ ഇതിലേക്ക് ഇറങ്ങുന്നവരെ അകപ്പെട്ടു പോകുന്നു. അത്തരത്തിലൊരു സംഭവം തന്നെയാണോ ഇന്നും നടന്നത്? മണലൂറ്റിയ കുഴിയിൽ ഒരു ബോഡി മണലൂറ്റിയ കുഴിയിലാണ്. എന്നാൽ ഈ ചെളിയിലാണ് താഴ്ന്നു പോയത്. ചെളിയിൽ താഴ്ന്നു പോയാൽ പിന്നെ അവർ കരകയറിപ്പോയില്ല. ഇവിടെ പരിസരവാസികളാകുമ്പോൾ അവർക്കറിയാം ചെളിയിൽ താഴ്ന്നു പോയാൽ എങ്ങനെയാണ് അവിടെ നിന്ന് എണീറ്റ് പോരാൻ. പക്ഷേ ഇവർക്കത് അറിയാൻ പറ്റില്ല. ഒരു കാല് ചവിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാല് ചവിട്ടി താഴ്ത്തി അവരെടുക്കുന്നത് താഴ്ന്നു പോകും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2 ബോഡി ചെളിയിൽ താഴ്ന്നു പോയി. ഒരു ബോഡി മാത്രം ചെളിയിൽ നിന്ന് എങ്ങനെ വെപ്രാളപ്പെട്ട് എണീറ്റ സമയത്ത് എങ്ങനെ അവിടെ നിന്ന് പോയി ഒഴുക്കിൽപ്പെട്ടു പോയി. അതിനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞു. മീതെ തന്നെ കാണാൻ പറ്റി. അങ്ങനെ വള്ളക്കഴ ഞങ്ങൾ ഈ സഹോദരനും കൂടെ പോയി ചെന്ന് വള്ളക്കഴ കൊണ്ട് കോരിയെടുത്ത് ബാക്കി 2 ബോഡി ചെളിയും താഴ്ന്ന് ചവിട്ടി എടുത്തു. ശരി, ഏതായാലും അധികം ആഴമുള്ള ഇടമായിരുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരം ഒരു അപകട മേഖലയൊന്നും ആയിരുന്നില്ല. പക്ഷേ 3 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് ഒരു അപകടമാണ് വവ്വാമൂലക്കായലുണ്ടായത്. 3 വിദ്യാർത്ഥികൾ, അവർ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഏതായാലും 4ാമനായ ഒരു വിദ്യാർത്ഥി ഒപ്പം ഉണ്ടായിരുന്നു. അയാളുടെ ഏതായാലും രക്ഷപ്പെട്ടു. അയാൾ ഇറങ്ങിയിരുന്നില്ല. വെള്ളത്തിലിറങ്ങിയ 3 പേരും അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തറും അഖിൽ ഷാ അൻസാറും തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.